അപ്പം അക്ഷയ തൃതീയ കഥ ഇതിൻ്റെ വിശ്വാസ പ്രമാണം പറയുന്നത് മേടമാസത്തിലാണല്ലോ. മേടമാസത്തിലെ ശുക്ലപക്ഷത്തിൽ തൃതീയ ദിവസം, അങ്ങനെയാണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത. അത് ഭയങ്കര ഐശ്വര്യമുള്ള ദിവസമാണ്. ആ ദിവസത്തിൽ എന്ത് കാര്യം ചെയ്താലും ഇരട്ടിക്കും എന്നാണ് പറയുന്നത്. അപ്പം പുരാണ കഥകൾ ഒരുപാടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് പിന്നെ കഥകൾക്ക്, ചരിത്ര കഥകൾക്കും മിത്തുകൾക്കും ഒരു പഞ്ഞുമില്ലല്ലോ. എന്തെടുത്താലും അതിൻ്റെ പിറകിലൊരു വിശ്വാസവും അതുമായി ബന്ധപ്പെട്ടൊരു കഥയും ഉണ്ടാകും. അപ്പോൾ ഇതിനും ഒരു കഥയൊന്നുമല്ല, ഞാൻ നോക്കിയപ്പോൾ ഒരു 4-5 കഥകളുണ്ട്. അപ്പം ഒന്നാമത്തെ കഥ പറയുന്നത് ഏതായിരുന്നു, പരശുരാമൻ അവതരിച്ച ദിവസം എന്നാണ് പറയുന്നത്. പരശുരാമൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, പക്ഷേ പരശുരാമൻ അവതരിച്ച ദിവസമാണ് അക്ഷയ തൃതീയ ദിവസം. പിന്നെ പാഞ്ചാലിക്ക് അക്ഷയപാത്രം ലഭിച്ച ദിവസമാണ് അത്രേ അക്ഷയ തൃതീയ ദിവസം. അപ്പോൾ അതിൽ തന്നെ നോക്കിയപ്പം പാഞ്ചാലിക്ക് അക്ഷയപാത്രം ലഭിച്ചതിന് പല കഥകളുണ്ട്. കൃഷ്ണൻ കൊടുത്തതാണെന്നാണ് ഞാൻ പണ്ടെങ്ങോ വായിച്ച കഥ. പക്ഷേ അതല്ലാതെ സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് പാഞ്ചാലി നേടിയതാണ്.